പ്രിയമുള്ളവരെ, ഡിസംബർ മാസം 29-ാം തീയതി തിങ്കളാഴ്ച മരണം വഴി നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നാമെല്ലാം സ്നേഹപൂർവ്വം ബേബി എന്ന് വിളിച്ചിരുന്ന പറമ്പേട്ട് തോമസ് ജോസഫിനെ അനുസ്മരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളായ തങ്കമ്മ, മോളി, തങ്കച്ചൻ, ജോൺസൺ എന്നിവർക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇളയ സഹോദരനായ ജോൺസൺ എന്ന് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിലായിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഇളയ സഹോദരങ്ങളായതിനാൽ തന്നെ ഞങ്ങളെല്ലാവരും അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ബേബി കുഞ്ഞാഞ്ഞി എന്നാണ് വിളിച്ചിരുന്നത്. ഞാനും എൻ്റെ ജ്യേഷ്ഠ സഹോദരനായ അദ്ദേഹവും തമ്മിൽ 15 വയസ്സിലധികം അന്തരം ഉണ്ടായിരുന്നതിനാൽ തന്നെ പിതൃതുല്യമായ ഒരു സ്നേഹവും വാത്സല്യവുമാണ് അദ്ദേഹത്തിന് എന്നോടുണ്ടായിരുന്നത്. അദ്ദേഹത്തെക്കുറിച്ചുള്ള എൻ്റെ ആദ്യ ഓർമ്മ അദ്ദേഹം KE കോളേജിൽ BA പഠിക്കുന്ന കാലഘട്ടത്തെക്കുറിച്ചാണ്. കേവലം 3 വയസ്സ് മാത്രം പ്രായമുള്ള അന്ന് അദ്ദേഹം രാവിലെ കോളേജിലേക്ക് പോകുന്നതും വൈകുന്നേരം കോളേജിൽ നിന്ന് മടങ്ങി വരുന്നതും എല്ലാം വളരെ കൗതുകത്തോടു കൂടി ഞാൻ നോക്കി നിൽക്കുമായിരുന്നു. വൈകുന്നേരം കോളേജിൽ നിന്ന് വരുമ്പോൾ ഒരു നാരങ്ങ മുട്ടായെങ്കിലും അദ്ദേഹം വാങ്ങിച്ചുകൊണ്ട് വരുമെന്നതിനാൽ തന്നെ കോളേജിൽ നിന്ന് മടങ്ങി വരുന്നത് കാത്ത് വീടിൻ്റെ ഉമ്മറത്ത് നോക്കി നിൽക്കുമ്പോൾ അദ്ദേഹത്തെ ദൂരെ നിന്ന് കാണുമ്പോഴേ ഓടിച്ചെന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ തൂങ്ങി വീട്ടിലേക്ക് ഓടി വന്നിരുന്ന കാഴ്ചകളൊക്കെ ഇന്നും എൻ്റെ കൺമുമ്പിൽ തന്നെ മായാതെ നിൽക്കുകയാണ്. ഒരു ദിവസം അദ്ദേഹം കോളേജിൽ നിന്ന് മടങ്ങി വന്നപ്പോൾ വർണ്ണചിത്രങ്ങളോട് കൂടിയ മലയാളം അക്ഷരമാലയുടെ ഒരു പുസ്തകം കൊണ്ടുവന്നത് ഇന്നും എൻ്റെ മനസ്സിൽ മായാതെ നിൽക്കുകയാണ്. ആ പുത്തൻ പുസ്തകത്തിൻ്റെ ആ പുത്തൻ മണം ഇപ്പോഴും എൻ്റെ നാസാരന്ധ്രങ്ങളിൽ എനിക്ക് അനുഭവവേദ്യമാകുകയാണ്. വീട്ടിലെ മൂത്ത സഹോദരനായിരുന്നതിനാൽ തന്നെ വീട്ടിലെ എല്ലാ പ്രാരാബ്ദങ്ങളും അദ്ദേഹത്തിന് ചുമലിലായിരുന്നു. വീട്ടിൽ സാധാരണ ചെയ്യേണ്ടതായ അധ്വാനം കൂടിയ ജോലികളെല്ലാം അദ്ദേഹം യാതൊരു വൈമനസ്യവും കൂടാതെ ഏറ്റെടുത്ത് ചെയ്യുമായിരുന്നു. അക്കാലത്ത് കൃഷിപ്പണികളൊക്കെ കൂടുതലായി നടന്നിരുന്നതിനാൽ തന്നെ ജോലിക്കാരോടൊപ്പം പറമ്പിലിറങ്ങി വെയിലും മഴയും മഞ്ഞും ഒന്നും വകവയ്ക്കാതെ തൂമ്പയും അതുപോലുള്ള പണിയായുധങ്ങളും എടുത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുക്കുവാനൊന്നും അദ്ദേഹത്തിന് യാതൊരു വൈമനസ്യവും ഉണ്ടായിരുന്നില്ല. വീട്ടിലെ താരതമ്യേന അധ്വാനം കുറഞ്ഞ ജോലികൾ മാത്രം ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കുകയും അധ്വാനം കൂടിയ ജോലികളെല്ലാം അദ്ദേഹം സന്തോഷപൂർവ്വം സ്വയം ഏറ്റെടുത്ത് ചെയ്യുകയും ചെയ്യുന്ന സ്വഭാവമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഞങ്ങളുടെ മാതാപിതാക്കളോടൊപ്പം ഞങ്ങൾ സഹോദരങ്ങൾ 5 പേരും ഒന്നിച്ച് ജീവിച്ച ആ കാലഘട്ടം എന്നും മനസ്സിൽ സന്തോഷവും നല്ല നല്ല ഓർമ്മകളും മാത്രം ഉണർത്തുന്ന സുദിനങ്ങളായിരുന്നു. ഇന്നും ആ നല്ല ദിനങ്ങൾ ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ പച്ചപിടിച്ച് നിൽക്കുകയാണ്. ഇപ്രകാരം അദ്ദേഹത്തെക്കുറിച്ചുള്ള ധാരാളം നല്ല ഓർമ്മകൾ ഞങ്ങളുടെ മനസ്സിൽ ഇന്നും മായാതെ മങ്ങാതെ നിൽക്കുകയാണ്. 1951 ഫെബ്രുവരി മാസം 28-ാം തീയതി കേരളത്തിലെ കണ്ണൂർ ജില്ലയിൽ പയ്യാവൂർ എന്ന സ്ഥലത്ത് പറമ്പേട്ട് തോമസ് മേരി ദമ്പതികളുടെ മകനായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. പിതാവ് തോമസ് പയ്യാവൂർ സേക്രഡ് ഹാർട്ട് സ്കൂളിൽ അധ്യാപകനായിരുന്നു. മാതാവ് മേരി ഹൗസ് വൈഫുമായിരുന്നു. മാതാവായ മേരിയുടെ 16-ാമത്തെ വയസ്സിലായിരുന്നു അദ്ദേഹത്തിന് ജനനം എന്നതിനാൽ തന്നെ മാതാവുമായി അദ്ദേഹത്തിനുണ്ടായിരുന്ന ബന്ധം വളരെ വൈകാരികമായിരുന്നു. ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാം മാതാവിനെ അമ്മച്ചി എന്നാണ് വിളിച്ചിരുന്നതെങ്കിൽ അദ്ദേഹം മാതാവിനെ ഇച്ചേച്ചി എന്നാണ് വിളിച്ചിരുന്നത്. 1950കളിൽ നവജാത ശിശുക്കളുടെ വായിൽ ഉണ്ടാകുന്ന അക്കാരം എന്ന് പറയുന്ന ഒരു രോഗം അദ്ദേഹം ജനിച്ചപ്പോൾ അദ്ദേഹത്തിനും ബാധിച്ചു. വായിലും തൊണ്ടയിലുമെല്ലാം കുരുക്കൾ നിറഞ്ഞ് ഒരു തുള്ളി വെള്ളം പോലും ഇറക്കാനാവാതെ കുട്ടികൾ മരണത്തിന് അടിമപ്പെടുന്ന ഒരു മാരക രോഗമായിരുന്നു വായിൽ വരുന്ന ഈ അക്കാരം എന്ന രോഗം. അക്കാലത്ത് ചികിത്സകൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നതിനാൽ തന്നെ നാട്ടുവൈദ്യന്മാരുടെ ചെറിയ തോതിലുള്ള ചികിത്സകളൊക്കെ മാത്രമേ അന്ന് ലഭ്യമായിരുന്നുള്ളൂ. അതിനാൽ തന്നെ ഈ കുഞ്ഞിനെ ജീവനോടെ കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ പലർക്കും സംശയം ഉണ്ടായിരുന്നു. അതിനാൽ ജനിച്ച ഉടനെ തന്നെ പയ്യാവൂര് കണ്ടകശ്ശേരി സെൻറ്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ കൊണ്ടുപോയി മാമോദിസ നടത്തി. എന്തായാലും മാതാപിതാക്കളുടെയും വല്യപ്പൻ്റെയും വല്യമ്മയുടെയും ഒക്കെ പ്രാർത്ഥനയുടെയും നേർച്ച കാഴ്ചകളുടെയൊക്കെ ഫലമായി രോഗം സുഖപ്പെടുകയും ആരോഗ്യം വീണ്ടെടുക്കുവാനും കുഞ്ഞു ബേബിക്ക് സാധിച്ചു. പിതാവ് തോമസ് പയ്യാവൂർ സേക്രഡ് ഹാർട്ട് സ്കൂളിൽ അധ്യാപകനായി ജോലി ചെയ്തിരുന്നതിനാൽ അതിന് സമീപത്തുള്ള കാക്കത്തോട് എന്ന സ്ഥലത്തായിരുന്നു അന്നത്തെ താമസം. പിന്നീട് പിതാവ് പയ്യാവൂരിൽ നിന്നും കട്ടത്തറ സ്കൂളിലേക്ക് സ്ഥലം മാറി പോന്നപ്പോൾ പിതാവിൻ്റെ തറവാട്ട് വീടായ കട്ടത്തറയിലെ ഭവനത്തിലേക്ക് താമസം മാറി.
പിന്നീട് കട്ടച്ചിറയിലായിരുന്നു താമസം. പിതാവ് പഠിപ്പിച്ചിരുന്ന കട്ടച്ചിറ സെന്റ് ആന്റണി സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം ആരംഭിച്ചു. പിതാവിൻ്റെ ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കുവാനുള്ള ഒരു വലിയ ഭാഗ്യവും അദ്ദേഹത്തിന് ലഭിച്ചു. കട്ടച്ചിറ സ്കൂളിലെ വിദ്യാഭ്യാസത്തിന് ശേഷം കിടങ്ങൂർ സെന്റ് മേരീസ് സ്കൂളിൽ അദ്ദേഹം ഉപരിപഠനത്തിനായി ചേർന്നു. അക്കാലത്ത് കിടങ്ങൂർ സെന്റ് മേരീസ് സ്കൂളിൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ ഓരോ ഡിവിഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ പഠനത്തിൽ അതിസമർത്ഥരായ വിദ്യാർത്ഥികൾക്ക് മാത്രമേ അന്ന് പ്രവേശനം ലഭിക്കുമായിരുന്നുള്ളൂ. പഠനത്തിൽ അതിസമർത്ഥനായിരുന്നതിനാൽ തന്നെ അദ്ദേഹത്തിന് കിടങ്ങൂർ സെന്റ് മേരീസ് സ്കൂളിൽ ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സിൽ തന്നെ അഡ്മിഷൻ ലഭിച്ചു. കിടങ്ങൂർ സെന്റ് മേരീസ് സ്കൂളിൽ നിന്നും സുദീർഘമായ വിധം 10ാം ക്ലാസ് പഠനം പൂർത്തിയാക്കി അദ്ദേഹം പിന്നീട് മാന്നാനം KE കോളേജിൽ ചേരുകയും അവിടെ നിന്ന് എക്കണോമിക്സിൽ BA ബിരുദം കരസ്ഥമാക്കുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം കോട്ടയം കോപ്പറേറ്റീവ് കോളേജിൽ നിന്നും കോഓപ്പറേഷനിൽ ഹയർ ഡിപ്ലോമ പാസ്സായി. കോളേജ് പഠനകാലത്ത് തന്നെ കൃഷിയിലും ചെറിയ തോതിലുള്ള ബിസിനസ്സിലുമൊക്കെ തൽപരനായിരുന്ന അദ്ദേഹം അക്കാലത്ത് പിതാവിനുണ്ടായിരുന്ന ഫർണിച്ചർ ബിസിനസ്, ഫെർട്ടിലൈസർ ബിസിനസ് എന്നിവയിലൊക്കെ അദ്ദേഹവും പിതാവിനെ സഹായിക്കുവാൻ ഭാഗഭാക്കായി. പ്ലാസ്റ്റിക് വള്ളി ഉപയോഗിച്ച് കട്ടില് കെട്ടുക, കസേര കെട്ടുക ഇങ്ങനെയുള്ളതായ കരകൗശല ജോലികൾ ചെയ്യുവാൻ അദ്ദേഹത്തിന് വളരെ വലിയ വൈദഗ്ധ്യമുണ്ടായിരുന്നു. പഠനശേഷം അദ്ദേഹത്തിന് ഉടനെ ജോലി ലഭിക്കാത്തൊരു സാഹചര്യം വന്നപ്പോൾ അദ്ദേഹം കാസർഗോഡ് ജില്ലയിലെ മാലക്കൽ എന്ന സ്ഥലത്ത് പോയി 25 ഏക്കർ സ്ഥലം വാങ്ങിക്കുകയും ആ സ്ഥലത്ത് അദ്ദേഹം കഠിനാധ്വാനം ചെയ്ത് ആ മണ്ണിൽ പൊന്നു വിളയിക്കുകയും ചെയ്തു. എന്നാൽ കേവലം 2 വർഷം മാത്രമേ അദ്ദേഹത്തിന് അവിടെ പ്രവർത്തിക്കുവാൻ സാധിച്ചുള്ളൂ. 1976 ഏറ്റുമാനൂർ സർവീസ് സഹകരണ ബാങ്കിൽ ജോലി ലഭിച്ച അദ്ദേഹം കാസർഗോഡ് നിന്നും കട്ടച്ചിറയിലേക്ക് മടങ്ങിപ്പോന്നു. കമ്പ്യൂട്ടറൊന്നും ഇല്ലാതിരുന്ന അക്കാലത്ത് ബാങ്കിലെ അക്കൗണ്ട് ജോലികൾ എളുപ്പമാക്കുവാൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേകമായ വിധം ഒരു അക്കൗണ്ടിംഗ് സംവിധാനം തന്നെ അദ്ദേഹം ബാങ്കിൽ രൂപപ്പെടുത്തി. ബാങ്കിൽ അദ്ദേഹം പടിപടിയായി ഉയർന്ന് ബാങ്ക് മാനേജറുടെ പോസ്റ്റിൽ വരെ അദ്ദേഹത്തിന് എത്തുവാൻ സാധിച്ചു. 1978 കുമരകം വട്ടക്കളം ഫാമിലിയിൽ നിന്നും VP എൽസമ്മയെ വിവാഹം കഴിച്ചു. ആ ദാമ്പത്യ വല്ലരിയിൽ 3 മക്കൾ പിറക്കുകയും ചെയ്തു. ഭാര്യയായ എൽസമ്മ കോട്ടയം കോപ്പറേറ്റീവ് മാനേജ്മെന്റിന് കീഴിലുള്ള വിവിധ സ്കൂളുകളിൽ അധ്യാപികയായി ജോലി ചെയ്യുകയായിരുന്നു. 1995 കുടുംബസമേതം അമേരിക്കയിലേക്ക് കുടിയേറിയ അദ്ദേഹം ന്യൂയോർക്കിലെത്തി. കഴിഞ്ഞ 30 വർഷമായി അമേരിക്കയിലെ ന്യൂയോർക്കിലും ഹൂസ്റ്റണിലുമായി താമസിച്ചുകൊണ്ട് തൻ്റെ 3 മക്കളെയും ദൈവാനുഭവത്തിലും എല്ലാ മനുഷ്യരോടും തികഞ്ഞ മര്യാദയിലും ജീവിക്കുവാനും അവരെ ഉത്തമ പൗരന്മാരായി വാർത്തെടുത്തുകൊണ്ട് അവരുടെ ജീവിതത്തിലെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിറവേറ്റുവാൻ അദ്ദേഹം പ്രാപ്തനാക്കി. അടിയുറച്ച ദൈവവിശ്വാസിയായിരുന്ന അദ്ദേഹം ദൈവാശ്രയ ബോധത്തിൽ എന്നും ജീവിക്കുവാൻ തൽപരനായിരുന്നു. അമേരിക്കയിലേക്ക് പോകുന്നത് വരെ അദ്ദേഹം സ്വന്തം ഇടവക പള്ളിയിലെ വിദ്യാർത്ഥികൾക്ക് കാറ്റക്കിസം പഠിപ്പിക്കുവാനൊരു അധ്യാപകനായി അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു. തൻ്റെ അടുത്ത് വരുന്ന ആരെയും വെറും കൈയോടെ മടക്കി അയക്കാത്ത, ഈ എളിയവരിൽ ഒരാൾക്ക് നിങ്ങൾ ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്നുള്ള ഈശോയുടെ വചനം അക്ഷരാർത്ഥത്തിൽ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ, ദൈവം കാണിച്ചു കൊടുത്ത വഴികളിലൂടെ നടന്ന നമ്മുടെ ഈ പ്രിയപ്പെട്ട സഹോദരൻ ഇപ്പോൾ ഇതാ നമ്മിൽ നിന്ന് യാത്രയായിരിക്കുന്നു. ഞങ്ങൾ സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഞങ്ങൾക്ക് തീരാത്തൊരു നഷ്ടമാണ്. ഞങ്ങൾക്ക് വലിയൊരു ശൂന്യത ഞങ്ങളുടെ മനസ്സിൽ അവശേഷിപ്പിച്ചിട്ടാണ് അദ്ദേഹം ഞങ്ങളിൽ നിന്നും കടന്നു പോകുന്നത്. മരണമെന്ന ഈ യവനികയ്ക്കപ്പുറം എന്താണെന്ന് നമുക്ക് നല്ല തിട്ടമില്ലെങ്കിലും ഈ യവനികയ്ക്കപ്പുറം നമ്മിൽ നിന്നും മരണം മൂലം വേർപിരിഞ്ഞവരെല്ലാം ഉണ്ടെന്നും നമ്മുടെ ഈ പ്രിയപ്പെട്ട സഹോദരനും ഈ യവനികയ്ക്കപ്പുറത്തേക്ക് കടന്നു പോകുമ്പോൾ നാമും ഈ യവനികയ്ക്കപ്പുറത്തേക്ക് കടന്നു ചെല്ലേണ്ടവരാണ് എന്നുള്ള ആ ഒരു ബോധ്യവും അപ്പോൾ അദ്ദേഹത്തെ അവിടെ കണ്ടുമുട്ടാമെന്നുള്ള പ്രത്യാശയുമാണ് ഞങ്ങൾക്കുള്ള ഏക ആശ്വാസം. സ്വർഗത്തിൽ അദ്ദേഹത്തെ ഞങ്ങൾ കണ്ടുമുട്ടുന്നത് വരെ അദ്ദേഹത്തെക്കുറിച്ചുള്ള ദീപ്തമായ ഓർമ്മകൾ ഞങ്ങളുടെ മനസ്സിൽ എന്നും നിറഞ്ഞു തന്നെ നിൽക്കും. ഞങ്ങളുടെ പ്രിയപ്പെട്ട വേഴു കുഞ്ഞാഞ്ഞിയുടെ ദീപ്തമായ ഓർമ്മകൾക്ക് മുമ്പിൽ ഞങ്ങളുടെ ബാഷ്പാഞ്ജലികൾ. സ്വർഗത്തിൽ വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രത്യാശയിൽ ഞങ്ങൾ യാത്രാമൊഴിയുന്നു.